ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th-7th സ്റ്റാൻഡേർഡിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനം, വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്നുള്ള ഫസ്റ്റ് ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാടൻ കളി ഏതാണ്? അതെ, കിളിത്തട്ട് കളിയാണല്ലേ. ദെൻ 2023 നടന്ന ആദ്യ അണ്ടർ-19 T20 വുമൺ വേൾഡ് കപ്പ് വിജയിച്ച ടീം ഏതാണ്? യെസ്, ഇന്ത്യയാണ്. ആൻസർ എന്താണ്? ഇന്ത്യ. ദെൻ കളികളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഡാഷ് ഉണ്ടാകുന്നു. എന്താണ് ഇവിടെ വരേണ്ടത്? അതെ, കായികക്ഷമതയാണല്ലേ. കളികളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് കായികക്ഷമതയുണ്ടാകുന്നു. ദെൻ താഴെ കാണുന്ന ചിത്രം ഏത് ശരീരഘടനയിൽ പെടുന്നതാണ്? ഏതാണ്? അതെ, എൻഡോമോർഫാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. വെള്ളത്തിൽ സ്വജീവനും മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കുന്നതിന് ഡാഷ് നമ്മെ സഹായിക്കുന്നു. എന്താണ് ആൻസറായി വരുന്നത്? അതെ, നീന്തലാണല്ലേ. നീന്തൽ നമ്മെ സഹായിക്കുന്നു. ഓക്കെ, ദെൻ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 6ാമത്തെ ചോദ്യം എന്താണ്? 4 ടെലിവിഷൻ സ്പോർട്സ് ചാനലുകളുടെ പേരെഴുതുക. എളുപ്പമല്ലേ? ഏതൊക്കെ എഴുതാം നമുക്ക്? DD സ്പോർട്സ്, then ESPN, then Star Sports, Star Cricket, DD Sports, then ESPN, Star Sports, then Star Cricket. ഓക്കെ, then 7th ക്വസ്റ്റ്യൻ എന്താണ്? മികച്ച കായിക താരത്തെ വളർത്തുവാൻ വേണ്ട അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ വേണം? ശാസ്ത്രീയ പരിശീലനം, അതുപോലെ തന്നെ എന്താണ്? പ്രചോദനം, അതുപോലെ പോഷക ആഹാരം, സാമ്പത്തിക സഹായം. എന്തൊക്കെയാണ് മികച്ച കായിക താരത്തെ വളർത്തുവാൻ വേണ്ട അനുകൂല ഘടകങ്ങൾ എന്ന് പറയുന്നത്? യെസ്, എന്താണ്? ശാസ്ത്രീയ പരിശീലനം, പ്രചോദനം, പോഷകാഹാരം, സാമ്പത്തിക സഹായം. ഇതിലേതെങ്കിലും 2 പോയിന്റ്സ് കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ കേരളത്തിൽ കായിക മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന 2 ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എഴുതാം, അതുപോലെ തന്നെ GV രാജ സ്പോർട്സ് സ്കൂൾ എഴുതാം, ദെൻ LNCPE എഴുതാം. എന്താണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, ദെൻ GV രാജ സ്പോർട്സ് സ്കൂൾ, ദെൻ LSPE. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളുടെ പേരെഴുതുക. 2 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? US ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും എഴുതാം. US ഓപ്പൺ ആൻഡ് ഫ്രഞ്ച് ഓപ്പൺ. ഓക്കെ, ദെൻ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം കൂട്ടുകാരെ? അതെ, മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ വെള്ളത്തിലിറങ്ങുക, അതുപോലെ തന്നെ സുരക്ഷാ ഉപകരണങ്ങൾ കരുതുക, ദെൻ ആഴമുള്ള വെള്ളക്കെട്ടിന് സമീപം ഓടിക്കളിക്കുന്നത് ഒഴിവാക്കുക. ഇവയൊക്കെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് കലാവിദ്യാഭ്യാസമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതിന് മുമ്പ് യെസ്, ഒരു ചോദ്യം 2 ചോദ്യങ്ങളും കൂടി ഉണ്ടല്ലേ. ഓക്കെ, നമുക്കത് നോക്കാം. മാധ്യമങ്ങൾ കായിക മേഖലയിൽ ചെലുത്തുന്ന ഗുണപരമായ സ്വാധീനത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഗുണപരമായ സ്വാധീനങ്ങൾ? എന്തൊക്കെയാണ്? യെസ്, നമുക്ക് എഴുതാം. പബ്ലിസിറ്റി, ലൈവ് ടെലികാസ്റ്റ്, ന്യൂസ്, സെലക്ഷൻ ട്രയൽസ്, അവാർഡുകൾ, പ്രചോദനം, ജോലി സാധ്യതകൾ. എന്തൊക്കെയാണ്? പബ്ലിസിറ്റി, ലൈവ് ടെലികാസ്റ്റ്, ന്യൂസ്, സെലക്ഷൻ ട്രയൽസ്, അവാർഡുകൾ, പ്രചോദനം, ജോലി സാധ്യതകൾ. ഇതിലേതെങ്കിലും 3 ഉത്തരം എഴുതിയാൽ കൂട്ടുകാർക്ക് 3 മാർക്ക് ലഭിക്കുന്നതാണ്. നിലവാരം കുറഞ്ഞ മൈതാനങ്ങൾ ഒരു കായിക താരത്തിൻ്റെ പ്രകടനത്തെ ഏതെല്ലാം രീതിയിലാണ് ബാധിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നിലവാരം കുറഞ്ഞ മൈതാനങ്ങൾ ഒരു കായിക താരത്തിൻ്റെ പ്രകടനത്തെ ഏതെല്ലാം രീതിയിലാണ് ബാധിക്കുന്നത്? ഏതെല്ലാം രീതിയിലാണ്? അതെ, പരിക്കുകൾ വർദ്ധിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ എന്താണ്? പ്രകടനം കുറയുന്നു, കാണികൾ കുറയുന്നു, കളിയോടുള്ള താല്പര്യം കുറയുന്നു. എന്തൊക്കെയാണ്? പരിക്കുകൾ വർദ്ധിക്കുന്നു, പ്രകടനം കുറയുന്നു, കാണികൾ കുറയുന്നു, കളിയോടുള്ള താല്പര്യം കുറയുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കലാവിദ്യാഭ്യാസം നോക്കാം. ചിത്രകലാ സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികളിലൊന്നാണ് ത്രിമാന കലാരൂപങ്ങൾ. ഈ കലാരൂപങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പേരിലാണ്? അതെ, ശില്പങ്ങളാണല്ലേ. ഓക്കെ, ദെൻ കർണാടക സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ഏത് രാഗത്തിലാണ്? അതെ, മായാമാളവ ഗൗളയാണല്ലേ. മായാമാളവ ഗൗള. ദെൻ പോപ്പ് രാജാവ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ സംഗീതജ്ഞൻ ആരാണ് കൂട്ടുകാരെ? അതെ, മൈക്കിൾ ജാക്സൺ ആണ്.
ആണല്ലേ. ആരാണ്? മൈക്കിൾ ജാക്സൺ. ദെൻ മൃണാളിനി സാരാഭായ് ഏത് രംഗത്താണ് പ്രശസ്തയായത്? മൃണാളിനി സാരാഭായ് ഏത് രംഗത്താണ് പ്രശസ്തയായത്? ഏത് രംഗത്താണ്? അതെ, ശാസ്ത്രീയ നൃത്തമാണല്ലേ. ആൻസർ എന്താണ്? ശാസ്ത്രീയ നൃത്തം. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന സിനിമാ നടന്മാരിൽ ദേശീയ അവാർഡ് നേടിയതാര്? ആരാണ്? അതെ, സുരാജ് വെഞ്ഞാറമൂട് ആണല്ലേ. ആൻസർ എന്താണ് വരുന്നത്? സുരാജ് വെഞ്ഞാറമൂട്. ദെൻ ആറാമത്തെ ചോദ്യം, ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 2 മാധ്യമങ്ങൾ ഏവ? ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 2 മാധ്യമങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? മരം, സിമൻറ്റ്, കല്ല്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വെങ്കലം. എന്തൊക്കെയാണ്? മരം, സിമൻറ്റ്, കല്ല്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വെങ്കലം. കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും 2 മാധ്യമങ്ങൾ എഴുതാവുന്നതാണ്. ദെൻ ഏഴാമത്തെ ചോദ്യം, ഉചിതമായത് ചേർത്തെഴുതുക എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പള്ളിവാള് ഭദ്രവട്ടകം എന്താണ്? അതെ, നമുക്കറിയാം, നാടൻ പാട്ടാണല്ലേ. ദെൻ ഓമനത്തിങ്കൾ കിടാവോ താരാട്ട് പാട്ടാണ്. ദെൻ സംസ്കൃത പമഗിരി, ഓക്കെ, സംസ്കൃത പമഗിരി മാപ്പിളപ്പാട്ടാണ്. ദെൻ വീരവിരാട കുമാരവിഭോ എന്താണ്? അതെ, കുമ്മിയാണല്ലേ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഉചിതമായ രീതിയിൽ ഇത് ചേർത്ത് എഴുതുക. ഓക്കെ, ദെൻ ചിത്രങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന 2 മാധ്യമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ജലച്ചായ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഓയിൽ കളർ, ക്രയോൺസ്, അക്രിലിക്, ഇനാമൽ, ഓയിൽ പേസ്റ്റൽസ് ഏതെങ്കിലും 2 കൂട്ടുകാർക്ക് എഴുതാം. നമുക്ക് ജലച്ചായും ഓയിൽ കളറോ ക്രയോൺസോ ഏതെങ്കിലും 2 കൂട്ടുകാർ എഴുതുക. ഓക്കെ, ദെൻ ഒരു നടൻ തൻ്റെ കഥാപാത്രം ഭംഗിയായി അവതരിപ്പിക്കുന്നതിന് ഏതെല്ലാം രീതിയിൽ പരിശീലനം നടത്തേണ്ടതുണ്ട്? ഏതെല്ലാം രീതിയിൽ പരിശീലനം നടത്തണം? അതെ, ശരീരം, അതുപോലെ തന്നെ എന്താണ്? ശബ്ദം, ചലനം, മനസ്സ്. ശരീരം, ശബ്ദം, ചലനം, മനസ്സ്. ഇതിലേതെങ്കിലും 2 കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന നൃത്തരൂപങ്ങൾ ഏതെന്ന് എഴുതുക. ഫസ്റ്റ് വൺ നമുക്കറിയാം, കഥകളി, ദെൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥക്. ഓക്കെ, ഇതിന് 11ാമത്തെ ചോദ്യം, നിറങ്ങളും മുദ്രാവാക്യങ്ങളും ഉൾപ്പെടുത്തി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പമല്ലേ കൂട്ടുകാർ? തയ്യാറാക്കുന്നല്ലോ. ഓക്കെ, ഇതിന് 12ാമത്തെ ചോദ്യം, സ 1, രി 2, ഗ 3, മ 4, പ 5, ദ 6, നി 7 എന്നിങ്ങനെയാണെങ്കിൽ 1 2 3 എന്തായിരിക്കും? അതെ, സരിഗ. ദെൻ 1 2 3 4 സരി ഗമ. ദെൻ 3 4 3 4 5 ഗമ ഗമ പ. ദെൻ 4 5 6 4 5 6 7 എന്നത് എങ്ങനെ സ്വരങ്ങളായി എഴുതാം? എങ്ങനെ എഴുതാം കൂട്ടുകാരെ? അതെ, മ പ ദ മ പ ദ നി. ഓക്കെ, എളുപ്പമല്ലേ? നോക്കി നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. പ്രവൃത്തി പഠനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പൈനാപ്പിളിലും നാരങ്ങയിലും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വിറ്റാമിൻ? അതെ, വിറ്റാമിൻ സി ആണല്ലേ. വിറ്റാമിൻ സി. ദെൻ പൈപ്പ് കമ്പോസ്റ്റിൽ ജൈവമാലിന്യം നിറച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ സംസ്കരിക്കപ്പെടും? എത്ര ദിവസത്തിലാണ്? അതെ, 20 മുതൽ 25 ദിവസമാണ്. 20 മുതൽ 25 ദിവസം. ദെൻ പുകയില കഷായവും വെള്ളവും ഏത് അനുപാതത്തിൽ നേർപ്പിച്ചാണ് ചെടികളിൽ തളിക്കേണ്ടത്? 1:16 ആണല്ലേ. ഇത് 1:10 ആണ്. ഓക്കെ, 1:10. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഷീറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഷീറ്റാണ്? അതെ, OHP ആണല്ലേ. OHP ഷീറ്റാണ്. ദെൻ ഷീറ്റ് മെറ്റൽ അടിച്ചു പരത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മാലറ്റ് അഥവാ മരച്ചുറ്റികയാണല്ലേ. മാലറ്റ് അഥവാ മരച്ചുറ്റിക. ദെൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കുന്ന 4 ഉൽപ്പന്നങ്ങളുടെ പേരെഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ചോക്ക്, പ്രതിമകൾ, അച്ചുകൾ, സീലിംഗ് ഡിസൈൻസ് തുടങ്ങിയവ. ചോക്ക്, പ്രതിമ, അച്ചുകൾ, സീലിംഗ് ഡിസൈൻസ്. ഇതിലേതെങ്കിലും 2 കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ 7ാമത്തെ ചോദ്യം, ചിരട്ടക്കരിയുടെ 2 ഉപയോഗങ്ങൾ എഴുതുക. ചിരട്ടക്കരിയുടെ 2 ഉപയോഗങ്ങൾ എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം?
ജലശുദ്ധീകരണത്തിന്, അതുപോലെ തന്നെ എന്താണ് വായുമലിനീകരണം തടയാൻ, ചിത്രം വരയ്ക്കാൻ തുടങ്ങിയവയ്ക്ക് നമുക്ക് എന്തുപയോഗിക്കാം? അതെ, ചിരട്ടക്കരി ഉപയോഗിക്കാം അല്ലെ. അതുപോലെ തന്നെ പാചകത്തിന്, സ്വർണ്ണം ഉരുക്കാനൊക്കെ ചിരട്ടക്കരി ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കായ്ക്കനികളുടെ സംസ്കരണം, ശീതീകരിച്ച് സൂക്ഷിക്കുക. ദെൻ എന്താണ്? യെസ്, ഉപ്പിലിടുക, അതുപോലെ തന്നെ വിനാഗിരിയിലിടുക, അച്ചാറിലിടുക, പഞ്ചസാരയിലിടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, എംബ്രോയ്ഡറി പ്രധാനമായും എത്ര വിധം ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര വിധമാണുള്ളത് എംബ്രോയ്ഡറി? യെസ്, ക്രൂംവെൽ എംബ്രോയ്ഡറി, ദെൻ ക്രോസ് സ്റ്റിച്ച്, സർഫേസ് എംബ്രോയ്ഡറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കുന്ന 4 പഠന ഉപകരണങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? പോസ്റ്റർ, ഗ്രീറ്റിംഗ് കാർഡ്, ഫോർമുല ഷീറ്റ്, DIY ക്രാഫ്റ്റ്. അതുപോലെ തന്നെ എന്തൊക്കെ എഴുതാം നമുക്ക്? ക്യൂബ്, സിലിണ്ടർ, സ്തൂപിക, പെരിസ്കോപ്പ്. അങ്ങനെ ഏതെങ്കിലും കൂട്ടുകാർ 4 പഠനോപകരണങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ പട്ടികപ്പെടുത്തുക. ഫസ്റ്റ് കുളമാവ് പൊടി ഉണ്ട്, ദെൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, എടനപ്പൊടി, കുമ്മായം, കരിപ്പൊടി, മോൾഡ്, പെർഫ്യൂം, കളർ, സ്റ്റിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചന്ദനത്തിരി നിർമ്മാണത്തിന് യെസ് കുളമാവ് പൊടി, ദെൻ എടനപ്പൊടി, പെർഫ്യൂം, സ്റ്റിക്ക്, കരിപ്പൊടി. ചോക്ക് നിർമ്മാണത്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കുമ്മായം, കളർ, മോൾഡ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ടാൻഗ്രാം ഉപയോഗിച്ചൊരു തോണിയുടെ ചിത്രം വരച്ച് അനുയോജ്യമായ നിറം നൽകി പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ചിത്രം പൂർത്തീകരിക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.